മാധു എന്തെങ്കിലും ചോദിച്ച് രക്ഷപ്പെടണ്ട. ഞാനാണോ ഇവിടെ മദ്യം കൊണ്ടുവരുന്നത്? അത് ഗംഭീരായി മാധു. ഇതിൽ കൂടുതൽ എന്ത് മറുപടിയാണ് നമ്മൾ ഈ BRM ഷെരീഫിന് കൊടുക്കാനുള്ളത്? എന്നാലും നമ്മൾ ബാക്കിയും കൂടെ കേട്ടാലല്ലേ നമ്മുടെ ഈ ഷെരീഫാക്കയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയുള്ളൂ. ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഉള്ളിലൊന്ന് വെച്ച് പുറമേക്ക് പറയുന്ന ഒരു നേതാവേ അല്ല ഷെരീഫ് സാറ്. 100% നീതി പുലർത്തുന്ന ഒരു നേതാവാണ്. ഉള്ളിലെന്താണോ അത് പുറത്തേക്ക് പറയും. അതുകൊണ്ട് BRM ഷെരീഫ് തന്നെ ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത തന്നാൽ പിന്നെ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ചോദിച്ചോളൂ മാധു. എനിക്കിതിൽ എന്തെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസാന തീരുമാനം എടുക്കാത്ത ഫയലിൽ നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനമെടുത്തു? അത് തന്നെയാണ് ഷെരീഫ് നമുക്ക് അറിയേണ്ടത്. മലയാളികൾക്ക് ആ ഒരു സംശയമാണ്. പൊടുന്നനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായിട്ട് നയപരമായ ഒരു തീരുമാനം അവരെടുത്തു. പക്ഷെ കഴിഞ്ഞ 3-4 വർഷം മുമ്പല്ലേ അവരതെടുത്തത്. പക്ഷെ അവർ മാർക്കറ്റിൽ ഇറക്കിയിരുന്നില്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു അപകടം മണത്തത് കൊണ്ടായിരിക്കുമല്ലോ അത് വിൽക്കാതിരുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടായിരിക്കണമല്ലോ അത് വിൽക്കാതിരുന്നത്. പക്ഷെ നിങ്ങൾ ഈ ചാർജ് എടുത്തിട്ട് 1 മാസം പോലും ആയില്ലല്ലോ. അതിനു മുമ്പേ ഉടനെ അവർ തീരുമാനിച്ച വിവരം എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞായിരിക്കുമല്ലോ അത്. അതിനെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പേരിടുന്നു, സ്കൂളിൽ പറഞ്ഞയക്കുന്നു. അങ്ങനെ വിൽക്കാൻ തീരുമാനിച്ച് നിങ്ങൾ പണം സമ്പാദിക്കാനുള്ള ഒരു ഐഡിയ അല്ലേ എന്ന് ജനങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഇവർ ആരോപിക്കുന്ന പോലെയുള്ള, പണ്ട് സതീശൻ സാർ തന്നെ ആരോപിച്ചതുപോലെയുള്ള ഏത് ഈ ചില്ലറ തടയുന്ന വല്ല പരിപാടിയും ഉണ്ടോ എന്നുള്ളതാണ് മലയാളിക്ക് അറിയേണ്ടത്. അത് ഷെരീഫ് ഒക്കെ പറഞ്ഞാൽ പിന്നെ മലയാളിക്ക് ഒരു സംശയം ഉണ്ടാവില്ലല്ലോ. ആയിക്കോട്ടെ, കേൾക്കാമല്ലോ, നമുക്ക് കേൾക്കാല്ലേ മാധു എന്ന് എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ മുമ്പിൽ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. പൈസ ഇല്ല, അവരെ കൊള്ളയടിച്ചു, ഞങ്ങൾ ധവളപത്രം പുറപ്പെടുവിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ഒരു കർണാടക മോഡലുണ്ട്. എന്താണ് മോഡല്? കർണാടക മോഡലോ? എന്റെ ഷെരീഫ്, നമ്മൾ കേരള മോഡലിനെ പറ്റി പറയൂ. കർണാടക നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന മറ്റൊരു സർക്കാർ അവതരിപ്പിച്ച മോഡലല്ലേ? ആയിക്കോട്ടെ, അത് സ്വർഗത്തിന് തുല്യമാണെങ്കിൽ നമുക്ക് ഇവിടെ നടപ്പിലാക്കാം. പറയൂ, അതെന്താണെന്ന് കേൾക്കട്ടെ. വീര്യം കുറഞ്ഞ മദ്യത്തിന് കർണാടക നികുതി കുറച്ചു, അനുവാദം കൊടുത്തപ്പോൾ അവിടെ 3261.24 കോടി രൂപ ഉണ്ടായിരുന്ന വരുമാനം 3745.14 ആയിട്ട് കൂടി. അഥവാ 484 കോടി രൂപ ഒരു മാസം സർക്കാരിന്റെ വരുമാനം കൂടി. ഞങ്ങളുടെ മുമ്പിൽ ഒരു കർണാടക മോഡൽ വന്നു. അപ്പൊ ആ വരുമാനം കണ്ട് കണ്ണു തള്ളിയിട്ടാണ് നമ്മുടെ സതീശൻ സാറ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയായ സതീശൻ സാറ് അവിടെ നടപ്പിലാക്കിയ അതേ പരിപാടി ഇവിടെയും നടപ്പിലാക്കിയാൽ നമ്മുടെ ഈ ഖജനാവ് നിറയ്ക്കാൻ പറ്റുമെന്നും നമ്മുടെ ഈ ഗ്യാരണ്ടികൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ പറ്റുമെന്നും കണ്ടെത്തി എന്നല്ലേ ഇപ്പോൾ പറയാൻ വരുന്നത്? അത് തന്നെയല്ലേ? ഒന്നും കൂടെ സംശയത്തിന് ചോദിച്ചൊന്നേ പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവന്മാരൊക്കെ കുടിക്കണം. വീര്യം കൂടിയത് കുടിച്ച് അടിച്ച് പഴുത്ത് കോണ് തിരിഞ്ഞ് കരളും പോയി കൂപ്പുപാടി ചത്തുപോണേക്കാൾ നല്ലത് ഇവർ വീര്യം കുറഞ്ഞത് കുടിച്ചോട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ BRM ഷെരീഫ് ആള് ശുദ്ധനാണ്. ഉള്ളിലൊന്നും വെച്ച് പുറത്തേക്ക് പറയില്ല. സത്യം ഇപ്പൊ പറഞ്ഞു. ആൾക്കാർ കുടിച്ചോട്ടെ, പ്രശ്നമില്ല, ഞങ്ങൾക്ക് പണം വേണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീര്യം കൂടിയത് വേണ്ട, ഇത്തിരി വീര്യം കുറച്ച് പച്ചവെള്ളം ഞങ്ങളെ ചേർത്ത് വീര്യം കുറച്ച് ഞങ്ങൾ മദ്യം തരാം, ഞങ്ങൾക്ക് പണം താ ഖജനാവ് നിറയ്ക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇവരല്ലേ പറഞ്ഞത് ഇടതുപക്ഷം ഇവിടെ ഏറ്റവും കൂടുതൽ ബാറുകൾ തുറന്നു, എല്ലാവരെയും കുടിയന്മാരാക്കി മദ്യം ഒഴുക്കുകയായിരുന്നു എന്ന്. അപ്പൊ ഈ പറയുന്നത് എന്താണ് എൻ്റെ ഷെരീഫുക? അറിയാതെ പറഞ്ഞു പോയതാണോ? അപ്പൊ UDFന്റെ ഈ കാര്യത്തിലുള്ള നിലപാടെന്താ ഷെരീഫുക? അപ്പൊ പണം കിട്ടണം, മദ്യം ഒഴുകി നാട്ടുകാർ ചത്താലും വേണ്ടില്ല, വീണാലും വേണ്ടില്ല, നശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കാശിതാ, ഞങ്ങൾക്ക് പറഞ്ഞ ഗ്യാരണ്ടികൾ നടപ്പിലാക്കണം. ഈ മദ്യം വാങ്ങിയ കാശുകൊണ്ടേ നിങ്ങൾ ഈ സ്ത്രീകളെ ഉദ്ധരിപ്പിച്ചും അവർക്ക് ഫ്രീ കൊടുത്താലും അതൊക്കെ നിലനിൽക്കുമോ എൻ്റെ ഷെരീഫുക? ആ ശാപം അവിടെ നിൽക്കില്ലേ? ഈ മദ്യം കുടിക്കാനായിട്ട് ഒരു ജനതയെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ എത്ര പണം വാങ്ങി പെട്ടിയിൽ വെച്ചാലും അതെടുത്തിട്ട് നിങ്ങൾ ഈ നാട്ടിലെ എന്ത് ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയാലും അത് ന്യായമായ ഒരു നയപരിപാടിയാണോ? അതാണോ UDFന്റെ നിലപാട് എന്ന് നിങ്ങൾ ഈ മലയാളികളോട് പറയണം. ഇതാ ഞങ്ങളുടെ UDF ലൈന്. ഞങ്ങൾ ഈ മദ്യമൊക്കെ വിറ്റാലും ഞങ്ങൾക്ക് കുറേ പൈസ വരണം, അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഗ്യാരണ്ടികളൊക്കെ സ്വപ്നം കണ്ടത്. എന്നാലേ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഒരു മാസം 100-400 കോടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 12-48 ഒരു 5000 കോടി കിട്ടും.
അപ്പോൾ നമുക്ക് KSRTCയിൽ ഫ്രീ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തുറന്ന് പറയണ്ടേ? ഇതാണ് ലൈന്. അത് ജനം അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷെ അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം ഇപ്പോൾ BR ഷെരീഫ് കാണിച്ചു എന്നുള്ളതിന് ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ തന്നെ അല്ലേ മാധു? അല്ലെങ്കിൽ മാധു ചോദിച്ചോളൂ, നമുക്ക് BR ഷെരീഫൊക്കെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടെ നോക്കാം. അപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ്, സാമ്പത്തികം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അല്ലേ സർ? ഒന്നാമത്തെ കാര്യം, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ആണുങ്ങൾക്ക്, അതായത് ഈ കുടുംബനാഥന്മാർക്ക് സഹായം കൊടുത്താൽ അത് മദ്യഷോപ്പിൽ പോകും, സ്ത്രീകൾക്ക് സഹായം കൊടുത്താൽ അത് കുടുംബത്തിൽ പോകും എന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞ ഇടത്താണ് ഈ പറയുന്ന കൂടുതൽ ഈ തീരുമാനം ഉണ്ടായി, അതിൽ നിന്ന് മദ്യം കൂടുതൽ കുടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായി, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ. അങ്ങനെ 100,000 കാര്യങ്ങൾ ഇലക്ഷൻ കാലത്തും പ്രചരണ കാലത്തും നമ്മുടെ ഈ നേതാക്കൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയൊക്കെയല്ലേ ഈ ജനം വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയത്. ഇനിയൊക്കെ അതേപടി ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്നലെയും കൂടെ സംഭവം ഉണ്ടായത്, നിയമസഭയിലുണ്ടായത് മാധു ഓർക്കുന്നുണ്ടല്ലോ. സ്വന്തം MLA ആണ് ചോദിച്ചത്, ഒരു പ്രാദേശിക അവധി ഒരു വള്ളം കളിക്ക് കൊടുക്കുമെന്ന്. എണീറ്റ് എന്ന് പറഞ്ഞു. ആലോചിക്കാൻ നമുക്ക്. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? വളരെ സന്തോഷം, പരിഗണിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നാട്ടുകാർ സന്തോഷം, ആ പ്രദേശത്തുകാർ സന്തോഷം. ഇങ്ങനെ ആ പറഞ്ഞ അവിടെ ഇരുന്ന് ആ സീറ്റിലിരുന്ന് അതേ നാവ് കൊണ്ട് തന്നെ തൊട്ടടുത്തിരുന്ന മന്ത്രിയോട് പറഞ്ഞു, അയ്യോ അതൊക്കെ പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത്. ഇത് പൊതുജനം കേട്ടതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറയുന്നതല്ല. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ പിൻവലിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് മാധ്യമങ്ങളിൽ വന്നതും ഈ ശബ്ദമടക്കം പുറത്തു വന്നതും. അപ്പം നമുക്ക് നിലപാടൊക്കെ മാറ്റാൻ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, മാക്സിമം പോയ 10 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ മുമ്പ് പറഞ്ഞതിന് നേർ വിപരീതമായി പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് എന്നറിയാം. പക്ഷേ BR ഷെരീഫ് ആ കാര്യം വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും ഉള്ള കാര്യം പറഞ്ഞു. ഇനി BR ഷെരീഫിനോട് ആരും ദേഷ്യപ്പെടുകയോ അദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറുകയോ ചെയ്യരുത്. എന്തായാലും അത് നന്നായി. അതുകൊണ്ട് ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള ഒരു സോഴ്സ് കണ്ടു, അത് തുറന്നു പറഞ്ഞു. ഇപ്പം ജനം ഏതാണ്ട് ഷെരീഫ് വഴി അത് നാട്ടുകാർ അറിഞ്ഞു. അങ്ങനെ തന്നെയല്ലേ? ഇനി മാധുവിനൊരു സംശയമുണ്ടെന്ന് തോന്നുന്നു. എന്താണത്? കർണാടക മോഡലിനെ കുറിച്ച് ഇന്നത്തെ ദിവസം പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താ മാധു അങ്ങനെ പറയുന്നത്? കർണാടക മോഡൽ മോശമാണ്. അവിടെ നിന്നല്ലേ നമ്മൾ ആ ഫോം അല്ലേ, അവിടെ സക്സസ് ആയ ഒരു ഫോർമാറ്റ് അല്ലേ നമ്മൾ ഇങ്ങോട്ട് എടുത്തത്, അവിടെ നടപ്പിലാക്കിയ കാര്യങ്ങളല്ലേ. അവിടെ ഇതുപോലെ ബസ്സിലൊക്കെ ഫ്രീ കൊടുക്കുന്നത്, ഇതുപോലെ മദ്യത്തിന്റെ വീര്യം കുറച്ച് മദ്യത്തിന് ടാക്സ് ഒക്കെ കുറച്ച് കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ നമ്മൾ കുടിപ്പിച്ച് ആനന്ദം ആറാടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഈ ടാക്സ് കൊണ്ടല്ലേ നമ്മൾ ഈ പരിപാടിയൊക്കെ അവിടെ നടത്തിയിട്ട് അവിടെ വലിയ വമ്പൻ വിജയമായതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ നമ്മളത് കോപ്പി വാങ്ങിക്കുന്നത്. ഇനി കോപ്പി റേറ്റ് ചോദിക്കുമെന്ന് അറിയില്ല. എന്തായാലും അതിലൊട്ടും മോശം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എന്തോ അത് മനസ്സിൽ വെച്ചോണ്ടാണല്ലോ പറയണത്. എന്താ അത് പ്രശ്നം വല്ലതുണ്ടോ? കാരണം മന്ത്രിയുടെ അളിയനടക്കം എക്സൈസ് ലൈസൻസുകൾ കൊടുത്ത കേസിൽ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ അവിടെ. അതുകൊണ്ട് കർണാടക മോഡൽ എന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും എന്റെ മാധു, ഈ നെഞ്ചത്ത് കുത്തുന്ന വർത്തമാനം പറയാതെ ഇത് ഒരു വല്ലാത്ത ചതിയായി പോയി. കർണാടകയിൽ അങ്ങനെ സംഭവിച്ചുവോ? അവിടുത്തെ എക്സൈസ് മിനിസ്റ്റർ എന്താണ് ഉണ്ടായത്? അളിയന് ലൈസൻസ് കൊടുത്തിട്ട് അത് ED റെയ്ഡ് നടക്കുകയാണോ? അത് ശരി. അപ്പൊ അതൊരു വാണിംഗ് ആണ് അത് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തായാലും BR ഷെരീഫ് ഇത് വേണ്ടപ്പെട്ടവരെ ഉപദേശിച്ചാൽ നല്ലത്. ഈ വക പരിപാടിക്കൊന്നും പോകാതെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ UDF ചേർന്നിട്ട് ഈ വരുമാനം കൊണ്ട് നമ്മൾ ഈ കേരളത്തിലെ KSRTCയിലെ സ്ത്രീജനങ്ങൾക്ക് ഫ്രീ കൊടുക്കണമെന്ന് ആ സ്ത്രീജനങ്ങളോട് തന്നെ ചോദിച്ചിട്ട് അവർ യെസ് എന്ന് പറയുകയാണെങ്കിൽ, അവർ പറയുകയാണ് ശരി, നിങ്ങൾ ഞങ്ങളെ വീട്ടിലെ ആണുങ്ങളെയൊക്കെ മദ്യം കുടിപ്പിച്ചിട്ട് ആ പൈസ എടുത്ത് ഞങ്ങളെ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ആ പരിപാടി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഷെരീഫ് എന്താ തെറ്റുണ്ടോ? എന്നാൽ അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും സൽബുദ്ധി ഉദിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.